ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിൻ്റെ 5th ഡേ ആണ്. ഇതുവരെയുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതെങ്കിലും ക്ലാസ്സിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ വോയിസ് മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്താൽ ഞാൻ എടുക്കണമെന്നില്ല. അപ്പോൾ വോയിസ് മെസ്സേജ് അയയ്ക്കുക. പകൽ സമയത്ത് ക്ലാസ്സുകളുണ്ട്, അതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ട്, കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ സെറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ പേഴ്സണൽ സെറ്റിംഗ് ഉണ്ട്, 21 ഡേയ്സ് ക്ലാസ് ഉണ്ട്. അതുപോലെ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകൾ 10 ഡേയ്സ് ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസും എന്നത്തേതും പോലെ തന്നെയാണ്. അഫർമേഷനും സ്വിച്ച് വേർഡ്സും ഏഞ്ചൽ നമ്പേഴ്സും ഉണ്ട്. ഇതൊക്കെ വളരെ പവർഫുള്ളാണ്. നിങ്ങളിൽ ഓരോ അഫർമേഷനും എടുത്ത് നോക്കുക. അതിലൊക്കെ പണം, സമ്പന്നത, സമൃദ്ധി എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ടല്ലേ. ഈ ആവർത്തിച്ച് വരുന്നതൊക്കെ ജീവിതമായിട്ട് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ഏറ്റവും നന്മ നിറഞ്ഞ വാക്കുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നാവിൽ വരാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. എല്ലാ കാര്യത്തിലും, മണിയുടെ കാര്യത്തിൽ മാത്രമല്ല, കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴും ആയിക്കോട്ടെ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാവട്ടെ, നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലും മനസ്സിനെ ലോ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൂടുതൽ ആവർത്തിച്ച് സംസാരിക്കാതിരിക്കുക. ഓക്കെ, നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ കർമ്മവും ഫോക്കസ് ചെയ്യുക. ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസുകളൊക്കെ ചെയ്ത് കർമ്മം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും അതിമനോഹരമായൊരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തിനെ മാറ്റാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള എല്ലാ കഴിവുകളും നമുക്കുള്ളിൽ തന്നെയുണ്ട്. പുറത്തെങ്ങും നമുക്കത് തേടി അലയേണ്ട. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിന്തകൾക്ക് അതിനുള്ള അപാരമായ ശേഷിയുണ്ട്. എല്ലാ പേർക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും വേഗത്തിലും എളുപ്പത്തിലും നേടിയെടുക്കാൻ സാധിക്കും. പ്രാക്ടീസുകൾ കഴിയുന്നതും എഴുതാൻ പറയുന്നത് എഴുതി തന്നെ ചെയ്യുക. എഴുതുന്നതിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. ഇതിൽ ഓരോ അഫർമേഷൻസും നിങ്ങൾ 11 ടൈംസ് എഴുതുക. സ്വിച്ച് വേർഡ്സ് 28 ടൈംസ്, ഏഞ്ചൽ നമ്പേഴ്സും 28 ടൈംസ് എഴുതി നോക്കൂ. വിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമ്മളെ തേടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും കഴിയുന്നതും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ പണം എന്നൊരു ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അത് നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മളും നല്ല ഹൈ ഫ്രീക്വൻസിയിലിരിക്കണം. അതായത് സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ മാത്രമാണ് അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക. പണത്തിൻ്റെ അഫർമേഷനും പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് എപ്പോഴും പണത്തെ ഓർത്ത് വിഷമിച്ചിരുന്നാൽ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടില്ല. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് പണത്തെ ഓർത്ത് സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ പോലും ഇനി വരാനുള്ളത് വളരെ സമ്പദ് സമൃദ്ധമായ ജീവിതമാണ്. ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ നേടിയെടുക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ തന്നെ അതിനുള്ള മാറ്റങ്ങൾ വരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുറേ കൂടെ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. പണം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളെ നിങ്ങൾ സ്വപ്നം കാണുക ഈ നിമിഷം മുതൽ തുടങ്ങുക. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഫ്രീ ടൈമുകൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാതെ പാസ്റ്റിലെ വേദനകളും വിഷമങ്ങളും ആവർത്തിച്ചാൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് അതിനെയൊക്കെ ക്യാൻസൽ പറഞ്ഞ് നല്ല നല്ല ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക. നിങ്ങൾക്ക് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതം നേടിയെടുക്കാൻ സാധിക്കും. ആരുടെ സഹായവും വേണ്ട. നമുക്കിപ്പോൾ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കർമ്മം ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. അപ്പോൾ കൃത്യമായി കർമ്മവും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വപ്നം കണ്ടത് ജീവിതമായിട്ട് മാറുന്ന അത്ഭുതം നമുക്ക് ആസ്വദിച്ച് അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു.
ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ പണം എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. 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 പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേരുന്നത് ഞാൻ അറിയുന്നു. പണം നന്മയാണ്. പണം സത്യമാണ്. സമ്പന്നത എൻ്റെ അവകാശമാണ്. പണം നന്മയാണ്. പണം സത്യമാണ്. സമ്പന്നത എൻ്റെ അവകാശമാണ്. പണം സത്യമാണ്. പണം നന്മയാണ്. സമ്പന്നത എൻ്റെ അവകാശമാണ്. പണം നന്മയാണ്. പണം സത്യമാണ്. 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 സമ്പന്നത എൻ്റെ അവകാശമാണ്. താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. ഇനി നമുക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ് 28 ടൈംസ് ചാൻറ്റ് ചെയ്യാം. ഡിവൈൻ കൗണ്ട് നൗ. 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 ഡിവൈൻ കൗണ്ട് നൗ.